ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരുദയാണ്. നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ളി ഇതൊക്കെ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് അത് കാണാം. പോട്ട് വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് കുറച്ചുകൊണ്ട് ഒഴിക്കുക കേട്ടോ, ഉള്ളി വറുക്കാൻ. നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വയ്ക്കുക. ഞാൻ 1 കിലോ അരിയാണ്, ഒരു 1.25 കിലോ അരിയാണ് വയ്ക്കുന്നത്. വലിയൊരു സ്പൂണ് നെയ്യും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സവാള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ചിപ്പം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. കണ്ടോ, 2 എണ്ണം അരിഞ്ഞ് ഇവിടെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ കണ്ടോ, അതും കൂടെ. ഇതൊക്കെ അവരവരുടെ ആവശ്യം അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ പിന്നെ അണ്ടിപ്പരിപ്പിനോടൊന്നും വലിയൊരു താല്പര്യമില്ല വറുത്തിട്ടാൽ. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനതിങ്ങനെ വല്ലാതെ ചുമക്ക മൂപ്പിക്കണില്ല, കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് കോരുകയാണ്. നമ്മൾ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ വേർപെടുത്തിയിട്ട് വേണം ഇടാനൊന്ന്. കൈ കൊണ്ടുകൊണ്ട് തിരുമ്മി കൊടുത്താൽ മതി. കുറച്ചുള്ളി ഉള്ളപ്പോൾ ഞാൻ ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം കരിഞ്ഞ് വരണ്ട, കാരണം ഈ ഒരു നിറമാകുമ്പോൾ നമ്മൾ കോരിയാലേ ഇത് ഇരുന്നൊരു പാകമായി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കോരിയാണ്. ഞാൻ നല്ലോണം ഇത് ഇരുന്നിട്ടും കൂടെ ഒന്നും കൂടെ മൂക്കും. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് കോരുന്നത്. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുപ്പത്തുനിന്ന് ആ പോട്ടെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു തുണിയൊക്കെ ഇട്ട് വെച്ചേക്കാണ്. ചൂടുണ്ട് പാത്രത്തിന്. അപ്പം ഞാൻ അതിലേക്ക് ഇടേണ്ട സാധനങ്ങളെ കാണിക്കണം. ചിക്കൻ നമ്മൾ ആദ്യം മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് അധികം സവാളയുണ്ട്, 1 കിലോയോളം സവാളയുണ്ട്. അതിട്ട് കൊടുക്കണം. 1 കിലോ അല്ല, അതിൽ കൂടുതലും ഉണ്ട്. ഞങ്ങൾ കോഴിക്കോട് റഹ്മത്തിൽ പോയിട്ടേ അവിടുന്ന് ബിരിയാണി കഴിച്ച് വന്നിട്ട് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അത് ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി, നെറ്റിലൊക്കെ അടിച്ചു നോക്കിയിട്ട് കണ്ടിട്ട് അതിൻ്റെ മോഡൽ ഉണ്ടാക്കി നോക്കിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ മല്ലിയും മുളകും അങ്ങനത്തെ ഒന്നും ചേർക്കില്ല. പച്ചമുളകും അത്യാവശ്യം വേണം. എരിവ് അത്യാവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എരിവ് പോലെ. സവാള, അതിലേക്ക് നമ്മളത് സവാള ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തു. തക്കാളി ഒരു വലിയ 4 എണ്ണമാണ്. 1 കിലോ അരി, 1.25 കിലോ അരി ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ചിക്കനാണ്. കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിനയില. ഇതൊക്കെ ഇനി നമുക്ക് ചോറിലിടാൻ വേണ്ടതാണ്. കുറച്ചാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു 2-3 സ്പൂണ് തൈര്. നമുക്ക് അവസാനം ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുമ്പോൾ വേണം തോന്നിയാൽ പിന്നെ ഇടേണ്ടതുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 2.5 സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ബിരിയാണി പൊടിയാണ് കേട്ടോ, ബിരിയാണി മസാലയാണ്. ഇനി നമുക്ക് ആവശ്യം വേണ്ട ഉപ്പ്. പിന്നെ നമ്മളൊരു നാരങ്ങയാണ് പിഴിയുന്നത് കേട്ടോ. ഒരു നാരങ്ങയുടെ ഒരു അരമുറി. നമ്മൾ വെളുത്തുള്ളി കുറച്ച് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ്, അത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും. എന്നിട്ടത് കൈ കൊണ്ടൊന്നും അങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഈ കൂട്ട്. വേറെ ഇതിലൊന്നും കൂട്ടുന്നില്ല. അപ്പം നമ്മളിത് കഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു മടുപ്പ് തോന്നുക, ഒരു ഓവർ
ഫുഡ് കഴിച്ചിട്ടൊരു വയറിനൊരു പ്രശ്നം തോന്നുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു എങ്ങനെ ഈ മല്ലിയും മുളകൊന്നും ഇല്ലാണ്ട് ഒരു രസം കിട്ടൂല, മുളകല്ല മല്ലി എന്തായാലും നമ്മൾ ചേർക്കുന്നതല്ലേ എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനൊന്നുമില്ല. ഇതിപ്പോൾ ചിക്കൻ നമ്മൾ പുരട്ടിയിട്ടുണ്ട്, അടുപ്പത്തേക്ക് വെക്കുക ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുകയാണ് കേട്ടോ. ചിക്കൻ എന്താ വലിയ വലിയ പീസ്, ബിരിയാണിക്കുള്ള പീസിന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. നമ്മളെന്നിട്ട് ഇതങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ച് വേവിക്കുക ചെയ്യുക. പിന്നെ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് പറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ ചോറിന് വെള്ളം എടുക്കുമ്പോൾ മാത്രം നമ്മൾ സാധാരണ ഒരു പാത്രം, ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് നമ്മൾ സാധാരണ വയ്ക്കുക. ഇനി കുക്കറിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ. പക്ഷെ ഇതിനാകുമ്പോൾ കുറച്ച് വെള്ളം നമുക്ക് കുറച്ച് മതി. കാരണം ഈ ചിക്കൻ അടുപ്പത്തിരുന്ന് വെന്തിട്ട് ഇതിലേക്കൊരു വെള്ളം വരും. പിന്നെ നമ്മൾ കൈമ റൈസാണ് യൂസ് ചെയ്യണേ, അതിന് കുറച്ച് വെള്ളം കുറവ് മതി, അതേ സെയിം അളവല്ല. അപ്പം നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഞാനിതാ അടുപ്പത്തേക്ക് ഇത് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ കാണുന്നുണ്ടല്ലോ അല്ലേ, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഒന്ന് അടുപ്പത്തിരുന്ന് ആവട്ടെ. അപ്പം അതൊന്ന് അടുപ്പത്തിരുന്ന് ഒന്ന് തിളച്ച് തുടങ്ങട്ടെ. എന്നിട്ട് വേണം ചോറ് പറ്റിച്ച് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തത് ആ ഉള്ളിയിലേക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ടത് ഇവിടെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇത് ചോറ് നമ്മൾ ദമ്മിടുമ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാനുള്ളതാട്ടോ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെക്കണ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ അടുപ്പത്ത് നല്ലോണം തിളച്ചിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, അല്ലാതെ കുത്തി ഉടക്കിയല്ല. വലിയ പീസാണല്ലോ. ഇനി ഇതിവിടെ ചെറിയ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ അടുപ്പത്ത് ചോറ് പറ്റിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഞാനൊരു കുക്കറാട്ടോ വെച്ചിട്ടുള്ളത്. എനിക്ക് ചോറ് വെക്കാനേ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കുക. കുക്കറിൽ വിസിലിട്ട് വേവിക്കാനല്ല, ഒരു പാത്രമായിട്ടാണ് കുക്കർ ഉപയോഗിക്കണേ. ഇതിൽ നിന്ന് ഞാൻ ചോറ് വറ്റിച്ചിട്ട് ദമ്മിടുമ്പോൾ ആ മറ്റേ ചെമ്പിലേക്ക് കോരിയിടും. ഒന്ന് ചൂടാവട്ടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെയും കുറച്ച് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യ്, ഇതിലേക്ക് നമ്മൾ ഓൾ സ്പൈസസ് എല്ലാം ഇട്ടാണ്. കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക കേട്ടോ. ഏലക്ക മണിമണിയായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു ബേ ലീഫ് കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അരി നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ കഴുകി ഊറ്റി വെച്ചിരുന്ന അരിയാണ് കേട്ടോ. ഞാനിതിലേക്കുള്ള വെള്ളം അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിന് 1.5 പാത്രം അളവിലുള്ള വെള്ളം വെച്ചിട്ടുള്ള കൈമ റൈസ് ആയതുകൊണ്ട് അതിന് കുറച്ച് വെള്ളം കുറവ് മതി. പിന്നെ ചിക്കനകത്ത് വെള്ളം ഞാൻ കാണിച്ചു തന്നല്ലോ. ഇത് നമ്മളിങ്ങനെ ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിതൊന്നിങ്ങനെ ഇതിനകത്തുള്ളൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടി വരുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചോറും കൂടെ വറ്റിച്ചെടുക്കുക ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വട്ടത്തിലരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കും, ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാൻ വെള്ളം തിളപ്പിച്ചപ്പോൾ ഇട്ടിട്ടില്ല, കാരണം നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ടാണ് ഇടാത്തത്. സാധാരണ ഞാൻ ഉപ്പിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്നതുകൊണ്ട് അങ്ങോട്ട് ചേർത്ത് തിളപ്പിക്കുകയുള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് ഇളക്കിയിട്ട് ഒരു പൊടിക്ക് മുന്നോട്ട് നിൽക്കുന്ന പാകത്തിന് വേണം അത് നോക്കുക. ഇതിലേക്ക് ഇങ്ങനെ റൗണ്ടായിട്ടാണ് കേട്ടോ തക്കാളി അരിഞ്ഞിടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിങ്ങനെ പോയി കഴിച്ചിട്ട് അത് കണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് അത് പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അതിൽ കണ്ടതുപോലെ പിന്നെ വെച്ച് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണത് പിന്നെ എപ്പോഴും ഞങ്ങളത് കൂട്ട് വെക്കുന്നതാണ്. അതുകൊണ്ടാണത് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൻ്റെ വെള്ളം ഒന്ന് തൊട്ട് നോക്കുക, ഉപ്പിൻ്റെ രസം.
നമ്മളിങ്ങനെ തൊട്ട് കുറച്ച് ഒരു പൊടിക്ക് മുന്നോട്ടുണ്ട്. ഇതിപ്പോൾ പാകമാണ് കേട്ടോ. നിങ്ങളങ്ങനെ നോക്കിയിട്ട് വേണം ഇടാൻ. നമ്മുടെ ചിക്കൻ ഇവിടെ ഇങ്ങനെ വേറെ അടുപ്പത്ത് ചെറിയ അടുപ്പിലേക്ക് ഞാൻ വെച്ചതാണ്. അതവിടെ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുക. തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയൊന്നുമല്ല, തീയിൽ തന്നെയാണ്. വറ്റി കഴിയുമ്പോൾ നമ്മൾ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ദമ്മിടുക ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറിങ്ങനെ വെള്ളം കണ്ടോ അങ്ങനെ വറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 80% ഇത് വെന്തിട്ടുണ്ട് ചോറ്. ഈ സമയത്ത് നമ്മളത് ഓഫ് ചെയ്യുകയാണ് ചെയ്യണേ. എന്നിട്ട് തന്നെ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ ചെമ്പ് ഇങ്ങോട്ടേക്ക് ഇതാ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട്, ഇടുകയല്ല, എടുത്തു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഒന്ന് ഇണക്കി കൊടുക്കുകയാണ് ചിക്കൻ. അത് ഏകദേശമൊക്കെ എൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. ഇനി എന്ത് വേണമെങ്കിലും ഒന്ന് ഇടയ്ക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പെർഫെക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മളിത് കോരി ദമ്മിടുന്നു കേട്ടോ. ചോറ് നമ്മൾ നല്ല പറ്റിച്ച് വെച്ചതാണ്. നമ്മൾ ചിക്കൻ്റെ തീ കുറച്ചിട്ടിരിക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കോരിയിട്ടാണ് ഇടുന്നത്, ദമ്മിടുന്നത്. ഇത് ഈ അണ്ടിപ്പരിപ്പും നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് വെച്ചാൽ ഇങ്ങനെ തൂളി കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ. ചെപ്പ്, പുതിനയില, ഇത്തിരി നെയ്യ്, വീണ്ടും നമ്മുടെ ചോറാണ് കേട്ടോ. വീണ്ടും നമ്മൾ ആ സെയിം പ്രോസസ്സാണ്. ചോറിങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. മല്ലിച്ചെപ്പ്, ഉള്ളി വറുത്തത്, മല്ലിച്ചെപ്പ്, പുതിനയില. ഇതിൽ നമ്മൾ ബിരിയാണി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. ഇത് കുറച്ചായതുകൊണ്ടാട്ടോ ഇങ്ങനെ എടുത്തു കൂട്ടുകയൊക്കെ ചെയ്യണേ. നമ്മൾ കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറ്റിക്കോണമെന്നില്ല. നമ്മൾ ബാക്കിയുള്ള ചോറെല്ലാം അടിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. മൊത്തത്തിലൊന്നത് നിരത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഈ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും ഉള്ളി വറുത്തതും മുന്തിരിയൊക്കെ വറുത്തതും മല്ലിച്ചെപ്പ് പുതിനയിലയൊക്കെ കൂടെ അങ്ങ് ഇടുകയാണേ. കുറച്ച് നെയ്യൂടെ കേട്ടോ, നെയ്യൊക്കെ ഓരോരോ ആവശ്യത്തിന് ചേർക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് അടയ്ക്കുകയാണ്, നല്ല ടൈറ്റാക്കി അടയ്ക്കുകയാണ്. എന്നിട്ട് ചെറിയ അടുപ്പിൽ ഇത് മാറ്റി വയ്ക്കുകയാണ്, ചെറിയ സ്റ്റൗവിലേക്ക് ഇത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതിലെ തീ വലുതിൽ ഞാൻ കെടുത്തി ചെറിയ തീയിലത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊരു 20 മിനിറ്റ് ഇങ്ങനെ ദമ്മിലിടും കേട്ടോ. വേറെ മേളിൽ കല്ലൊന്നും കോരിയിട്ട് നമ്മളിപ്പോൾ ഈ സ്റ്റൗകളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കഴിയൂല. അപ്പം ചെറിയ തീയിൽ, ചെറിയ സ്റ്റൗവിൽ ചെറിയ തീയിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഓഫ് ചെയ്തിടുക. നമ്മൾ വിളമ്പാൻ പാകാകുമ്പോഴത്തേക്ക് കുത്തിയെടുത്താൽ മതി. ഓക്കെ, 20 മിനിറ്റാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം എല്ലാവരും. അത് ചെറിയ തീയിൽ 20 മിനിറ്റ് നമ്മൾ ടൈം നോക്കുക. എപ്പോഴാണ് ഇതിലേക്ക് കയറ്റി വെക്കണേ വെച്ചാൽ അപ്പം തൊട്ട് 20 മിനിറ്റ് കേട്ടോ. ഞാനിപ്പോൾ രാവിലെ തന്നെയാണ് ഇത് വെക്കണേ. ഇപ്പോൾ 9:20 ആയിട്ടുണ്ട്. അപ്പം ഞാൻ 9:40 ആകുമ്പോൾ ഇത് ഓഫ് ചെയ്യും. രാവിലെ തന്നെ ഇത് ദമ്മിട്ട് എനിക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ ഇതിവിടെ കുട്ടികളാണ് ഇനി ഇത് തുറന്ന് കാണിച്ചു തരിക. പിന്നെ പുറത്ത് എടുക്കുന്നതൊക്കെ അവർ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരും. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9:20 ഇത് ഞാൻ ഓഫ് പിന്നെ ദമ്മിൽ വെച്ചിട്ടുണ്ട്. ഇനി 9:40 ആകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 25 ഞാൻ ഡ്രസ്സ് മാറിയതുകൊണ്ട് എനിക്ക് ഓടി വരാൻ പറ്റിയില്ല. ഇപ്പം ഞാനിത് ഓഫ് ചെയ്യാണ് കേട്ടോ. അത് തുറക്കുന്നൊന്നുമില്ല, അനക്കുന്നില്ല. ഇതിന് കുത്തണ നേരത്ത് മാത്രമേ ഇത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്യാണ്. ഇനി എടുക്കണ നേരമാകുമ്പോൾ
നമുക്ക് കഴിക്കുന്നതിന് ഒരു കുറച്ച് നേരത്തെ ആയിട്ടൊക്കെ കുത്തിയെടുത്താൽ മതി. കുട്ടികളപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഞാൻ ഇനി ഒരുങ്ങി വന്നിട്ട് ഒരു വട്ടം കൂടെ വരാം. ഹലോ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒരുങ്ങി വന്നതാണ്. ബിരിയാണി ഇങ്ങനെ പൊട്ടിക്കുന്ന നേരത്ത് മക്കൾ കാണിച്ചു തരും. എനിക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് ഞാൻ പോയിട്ട് വരാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവർ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വിവരം പറയും, കഴിച്ചിട്ടുള്ളതൊക്കെ അവർ പറയും. ഓക്കെ, ബൈ. അപ്പം ഗൈസ്, അപ്പം ഞാനാണിത് എടുത്ത് സെറ്റപ്പ് ആക്കണത്. അമ്മല്ല ഇവിടെ, അമ്മ പോയി. അപ്പം എനിക്കറിയണ പോലെ ചെയ്യണ്, നോക്കാം. അയ്യോ, ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിക്കിട്ടിട്ട് ഇളക്കാം. നമുക്ക് ഈ കുക്കറിലേക്ക് ഇതെല്ലാം മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളത് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് സെർവ് ചെയ്യാനാണ് പരിപാടി. സാധാരണ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഇതിൽ എന്നിട്ട് റൈസും. ഓക്കെ, ഈ ബൗളിൽ നമുക്ക് സെർവ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം നമ്മൾ ഈ ഇലയിലേക്ക് തട്ടിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ലേശം ചമ്മന്തി, സലാഡ് വേണം. അപ്പോൾ ദാ നമുക്ക് എല്ലാവർക്കും കൂടെ വിളമ്പിയിട്ടുണ്ട് ഇതേപോലെ. അപ്പം നമ്മൾ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി ഇത് കഴിച്ചു നോക്കിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.